യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ, പ്രാർത്ഥനയോടെ, സന്തോഷമുള്ള, സമാധാനമുള്ള, ദൈവാനുഗ്രഹമുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു പുതിയ തുടക്കത്തിനും പുതിയ വഴി തുറക്കുന്ന ഒരനുഭവം ലഭിക്കാനും ഇടയാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയും ദൈവത്തിൽ നിന്നുള്ള ഒരു അനുഗ്രഹവും നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യനായി ജനിച്ചത് ഒരു ഭാഗ്യമാണ്. നല്ല മനുഷ്യനായി ജനിക്കുക അതിലും വലിയ ഭാഗ്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും നല്ല മനുഷ്യരായിട്ട് മാറാം. മറ്റുള്ളവരെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന നല്ല മനുഷ്യരായി നമുക്ക് മാറാം. ഇന്നലെ ഒരാൾ പറഞ്ഞ വാക്ക് എന്നിൽ ഒരു സ്വാധീനം വരുത്തി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: യൗവനത്തിലെ, നല്ല പ്രായത്തിലെ ആരോഗ്യവും സമയവും വാർദ്ധക്യത്തിൽ ദുഃഖിക്കുന്ന വിധത്തിൽ നഷ്ടപ്പെടുത്തി കളയല്. നമുക്കിന്ന് കിട്ടുന്ന സമയവും ഇന്ന് കിട്ടുന്ന ആരോഗ്യവും എല്ലാം നഷ്ടപ്പെടുത്തി കളയരുത്. വിലയറിയാതെ നഷ്ടപ്പെടുത്തി കളയല്. വാർദ്ധക്യത്തിൽ ചിലപ്പോൾ അതെല്ലാം ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. വാർദ്ധക്യത്തിൽ ദുഃഖിക്കേണ്ട വിധത്തിൽ ഇന്ന് കിട്ടുന്ന സമയവും ആരോഗ്യവും പണവും നഷ്ടപ്പെടുത്തി കളയരുത്. നമുക്കതിനൊരു ദൈവാനുഗ്രഹം തന്നെ വേണം. ദൈവാനുഗ്രഹം തന്നെ വേണം. പലതും നഷ്ടപ്പെട്ടതല്ല, നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ്. അതാണ് പലരുടെയും വലിയ ദുഃഖത്തിനും നിരാശയ്ക്കും കാരണം. നമുക്കൊന്നും, വിലയുള്ളതൊന്നും, ദൈവം നമുക്കായി തന്നതൊന്നും നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് പ്രാർത്ഥനയോടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23 അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ. യേശുവിനെ കുരിശിൽ തറച്ചെടുത്ത് 2 വശത്തായി 2 കള്ളന്മാരെയും കുരിശിൽ തറച്ചു. അതിലൊരു കള്ളൻ പറയുന്ന വാക്ക് വായിക്കുകയാണ്. 40 വാക്യം. അപരൻ അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. നമ്മളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. യേശുവിനെ കുരിശിൽ തറച്ച അതേ സ്ഥലത്ത് 2 കള്ളന്മാരെയും കുരിശിൽ തറച്ചു. അതിലൊരാളെ നല്ല കള്ളൻ എന്നാണ് പറയുന്നത്. ആ നല്ല കള്ളൻ്റെ പ്രത്യേകത, അനുതപിക്കുന്നൊരു പ്രത്യേകത. ഞാൻ ഈ തെറ്റിന് അർഹനാണ്, നമ്മൾ ഈ തെറ്റിന് അർഹതയുള്ളവരാണ്, നമ്മൾ കുറവുള്ളവരാണ്. ആ തെറ്റിനെക്കുറിച്ച് അനുതപിക്കുന്ന ഒരു പ്രകൃതം, അനുതാപമുള്ളൊരു മനസ്സ്. യേശു അവനെ നോക്കിയിട്ട് പറഞ്ഞത് എന്നറിയാവോ? നീ 1 വർഷം കഴിയുമ്പോൾ എന്നല്ല, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. കണ്ടോ, അനുതപിക്കുന്ന ഒരാളെ ദൈവം അനുഗ്രഹിക്കുന്നത് 10 ദിവസം കഴിഞ്ഞിട്ടല്ല, 1 വർഷം കഴിഞ്ഞിട്ടല്ല. ഞാൻ കുറച്ച് ചർച്ചകളും മീറ്റിങ്ങൊക്കെ നടത്തിയിട്ട് നിൻ്റെ കാര്യത്തിൽ ഒരു ഉത്തരം തരാം എന്നതല്ല കൊടുത്തത്. ഇനി ആലോചിക്കാനൊന്നുമില്ല, ഇനി വേറെ ആരോടും അഭിപ്രായം ചോദിക്കാനില്ല. അനുതപിക്കുന്ന ആ വ്യക്തിയോട്, ആ നല്ല കള്ളനോട്
യേശു പറയുവാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഇന്ന് എന്ന വാക്കിനെ കുറിച്ചാണ്. ഇന്ന്, ആ നിമിഷം തന്നെ, ഇന്ന് നമുക്ക് നമ്മുടെ തെറ്റുകളെക്കുറിച്ച്, കുറ്റങ്ങളെക്കുറിച്ച്, കുറവുകളെക്കുറിച്ച് സത്യസന്ധമായി ദൈവസന്നിധിയിൽ അനുതപിക്കാൻ കഴിഞ്ഞാൽ ആ ദിവസം തന്നെ, ആ സമയം തന്നെ, ഇന്ന് തന്നെ നമ്മെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മളാരും എല്ലാം തികഞ്ഞവരും എല്ലാം പെർഫെക്റ്റായ ആളുകളല്ല. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്, വെറും പച്ചയായ മനുഷ്യന്മാരാണ്. നമ്മളിൽ കുറവുകളും വീഴ്ചകളും കുറ്റങ്ങളും ബലഹീനതകളും ഒക്കെയുണ്ട്. കാരണം നമ്മൾ വെറും നിസ്സാരരല്ലേ. ഒരു വിഷമം വന്നാൽ പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന, തൊട്ടാവാടി പോലെ വാടിപ്പോകുന്ന സാധാരണ മനുഷ്യരാണ്. നമ്മളെ കണ്ടാൽ പലരും പറയും ഭയങ്കര ധൈര്യമുള്ള ആളാ, വലിയ പുള്ളിയാന്നൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ വെറും സാധാരണക്കാരും നിസ്സാരരുമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്കൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് നമ്മുടെ എല്ലാ പാപങ്ങളെ ഓർത്ത് ഇന്നൊന്ന് അനുതപിക്കണം. മനസ്സുകൊണ്ട്, ദൈവമേ, ഈ പ്രായം വരെ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ ഒത്തിരി തെറ്റുകുറ്റങ്ങൾ, കുറവുകൾ, മറ്റൊരാൾക്ക് വിഷമമുണ്ടാകുന്നത്, മറ്റൊരാളുടെ ജീവിതത്തിൽ പ്രശ്നം സൃഷ്ടിക്കുന്നതൊക്കെ അറിയാതെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ കുറവുകളെയും ഓർത്ത്, എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞാൻ അനുതപിക്കുന്നു. ഞാൻ അനുതപിക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ. നല്ല കള്ളൻ അനുതപിച്ചതുപോലെ നിങ്ങൾ കുടുംബത്തിലിരുന്നാണോ ഈ പ്രാർത്ഥന കേൾക്കുന്നത്? വാഹനത്തിലിരുന്നുകൊണ്ടാണോ? അതോ നിങ്ങൾ പ്രത്യേകമായി നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലിരുന്നാണോ? മനസ്സുകൊണ്ട് പറഞ്ഞ്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ പാപങ്ങളെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു, ഞാൻ അനുതപിക്കുന്നു, ഞാൻ മനസ്തപിക്കുന്നു, ഞാൻ ഏറ്റുപറയാൻ തയ്യാറാകുന്നു. സത്യസന്ധമായി ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ അങ്ങനെ ഒന്ന് അനുതപിക്കാൻ കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന, ഇന്നൊരു വഴി തുറന്നു കിട്ടുന്ന, ഇന്നൊരു സൗഖ്യം അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ, ഇന്നൊരു വിടുതൽ അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ സൗഖ്യമുള്ള കരം, ദൈവത്തിൻ്റെ വിടുവിക്കുന്ന കരം, ദൈവത്തിൻ്റെ നടത്തുന്ന ജീവനുള്ള കരം നമ്മുടെ മേൽ വരും. പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ നൽകുമ്പോൾ, ഇന്ന് ബുധനാഴ്ചയാണ്, നാളെ വ്യാഴം വെള്ളി ദിവസങ്ങളൊക്കെ പ്രാർത്ഥനയുള്ള ദിവസങ്ങളാണ്. ദൈവാനുഗ്രഹമായി മാറട്ടെ, ദൈവാനുഗ്രഹമായി മാറട്ടെ, ദൈവാനുഗ്രഹത്തിൻ്റെ വഴികളായി മാറട്ടെ. ദൈവനിയോഗമുള്ളവർ പ്രാർത്ഥനയോടെ ഒരുമിച്ച് കൂടുന്നൊരു സ്ഥലമാണ്. ദൈവം ഒത്തിരി അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റും. ദൈവം നമ്മെ കൈപിടിച്ച് നടത്തും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്? ചുമ്മാ ഒരു കേൾവി മാത്രമല്ല. ചില ആവശ്യങ്ങളുണ്ട് ജീവിതത്തിൽ. അത് ദൈവത്തോടല്ലാതെ മറ്റാരോടാ പറയുക? നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ ദൈവത്തോട് മനസ്സുകൊണ്ടൊന്ന് പറഞ്ഞേ, കർത്താവ്, ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പം ഞാൻ എൻ്റെ ഇന്ന ആവശ്യത്തെ, എൻ്റെ ഇന്ന നിയോഗത്തെ ഞാൻ സമർപ്പിക്കുവാണ്. എൻ്റെ വീടിനെ, വീടിൻ്റെ അകം പുറം, കയറി വരുന്ന ആ വഴി, വീട്ടിലേക്കുള്ള വഴികൾ, ബന്ധങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നല്ല ദിവസം നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ. സന്തോഷം, സമാധാനം ഇന്ന് സമൃദ്ധമായിട്ട് അനുഭവിക്കാൻ കഴിയട്ടെ. ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവ സാന്നിധ്യം ഉണ്ടാകട്ടെ. ആപത്തോ അപകടമോ ദുർമരണമോ വരാതെ കാത്തുകൊള്ളണമേ. കുടുംബത്തിൽ എല്ലാവരും തമ്മിൽ, ബന്ധുമിത്രാദികൾ തമ്മിൽ സ്നേഹവും ഐക്യവും ഉണ്ടാകട്ടെ. അയൽവക്കങ്ങൾ തമ്മിൽ, അയൽവാസികളോട് നല്ല ബന്ധമുണ്ടായിരിക്കട്ടെ, നല്ല ബന്ധമുണ്ടായിരിക്കട്ടെ.
ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. ഇവിടെ എഴുതി വച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ, പേരുകളൊക്കെയുണ്ട്. അവയെയും ഓർത്ത് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ഉറപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷവും സമാധാനമുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. സന്തോഷത്തോടെ ആയിരിക്കുക. അവധിക്കാലമാണെങ്കിലും 5:30 തന്നെ സാധിക്കുന്നിടത്തോളം ആളുകൾ വചനം കേൾക്കുക, പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. ആമേൻ.